ഗൈസ് ഇപ്പോൾ പണ്ടത്തെ പോലെ വിഷുക്കൈനീട്ടമൊന്നും കിട്ടാറില്ല. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തക്കാർ, നാട്ടുകാരും അയൽവക്കക്കാർ ഒക്കെ നമുക്ക് വിഷുക്കൈനീട്ടം തരുമായിരുന്നേ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിഷുക്കൈനീട്ടം തരാനായിട്ടില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കണി കാണുമ്പോൾ അച്ഛനും അമ്മയും വിഷുക്കൈനീട്ടം തരും കേട്ടോ. പിന്നെ ചേച്ചി തരാറുണ്ട്. പുറത്തുനിന്ന് ഇപ്പോൾ ആരും വിഷുക്കൈനീട്ടം തരാറില്ല. അപ്പോൾ നാളെ പുറത്തോട്ട് അങ്ങനെ പോകാറില്ല. അത് വേറൊരു കേസ്. പണ്ടാണെങ്കിൽ വിഷുക്കൈനീട്ടമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് സൂക്ഷിച്ച് വെക്കുവേ. നമുക്കങ്ങനെ കടയിൽ പോയി സ്വന്തമായിട്ടൊന്നും മേടിക്കലൊന്നുമില്ല. നമ്മൾ പിന്നെ മിഠായിയൊക്കെ മേടിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കും. പക്ഷേങ്കിൽ ആ വിഷുക്കൈനീട്ടം നമ്മൾ കാത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മുടെ അച്ഛനും അമ്മയും തന്നെ നമ്മളോട് കടം മേടിച്ചോണ്ട് പോകും വിഷുക്കൈനീട്ടം. അവസാനം എന്നിട്ട് കയ്യിലുള്ളതും പോകും, പിന്നെ തിരിച്ച് കിട്ടുമോ അതും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യല്ലേ, വിഷുക്കൈനീട്ടം എന്ത് ചെയ്യും, എൻ്റെ വിഷുക്കൈനീട്ടം എന്ത് ചെയ്യുന്നത് ചോദിക്കും. അങ്ങനെ കിട്ടാനൊന്നും പോണില്ല, തരാൻ മാത്രമേ പറയത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ വിഷുക്കൈനീട്ടം കിട്ടിയാൽ തന്നെ ഉപയോഗിക്കാൻ അറിയാമെങ്കിലും ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിക്കാനുണ്ടെങ്കിലും വിഷുക്കൈനീട്ടം മാത്രം കിട്ടാറില്ല. എന്നാ പറയാനാ കേസ്, എന്നാ പറയാനാ, കാലം പോയ പോക്കേ. വിഷുക്കൈനീട്ടം ഉപയോഗിക്കാൻ അറിയാൻ മേലാത്ത സമയത്ത് ഇഷ്ടംപോലെ വിഷുക്കൈനീട്ടം കാശ് കിട്ടുമായിരുന്നു. ഇപ്പോൾ വിഷുക്കൈനീട്ടം പൈസ എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലായപ്പോൾ 10ൻ്റെ കാശ് കിട്ടാനുമില്ല. എന്ന അവസ്ഥയല്ല. ഇതുപോലെ വിഷുക്കൈനീട്ടം കിട്ടാതെ ബോറടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ കേസ്? ഉണ്ടോ?